നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. വിദേശ കേഗ് ബസിന് സ്ഥിരതാമസം ഉറപ്പാക്കി പുതിയ പ്രഖ്യാപനം. വിദേശത്തു നിന്നുമെത്തുന്ന കേഗ് ബസിനെ ചേർത്തു നിർത്താനൊരുങ്ങി ട്രൂഡോ സർക്കാർ. ജൂൺ 17 അവസാനിക്കുന്ന പഴയ പദ്ധതി പ്രകാരം അപേക്ഷകൻ ലെവൽ 5 ഭാഷാ പ്രാവീണ്യം ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ പ്രകടിപ്പിക്കേണ്ടിയിരുന്ന ഇടത്തുനിന്നും അത് ലെവൽ 4 കുറയ്ക്കുകയും ചെയ്തു. ഭിന്നശേഷിക്കാരെയും കുട്ടികളെയും ചേർത്തു നിർത്തുക എന്ന രാജ്യത്തിൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായാണ് അവർക്ക് സ്വാതന്ത്ര്യവും തണലും ഒരുക്കുന്നവരെ രാജ്യം സ്ഥിരതാമസമൊരുക്കി സംരക്ഷിക്കുന്നതെന്ന് പുതിയ പൈലറ്റ് പ്രോഗ്രാം പ്രഖ്യാപിക്കെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പ്രസ്താവിച്ചു. വെള്ളിയാഴ്ചത്തെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്ന് TTC യൂണിയൻ. തങ്ങൾ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങളിൽ നിന്നും സർക്കാർ മുഖം തിരിക്കുന്ന നിലപാട് തുടരുന്നതിനാൽ മുൻ പ്രഖ്യാപിച്ച പണിമുടക്ക് വെള്ളിയാഴ്ച ഉണ്ടാകുമെന്നും മറ്റു മാർഗങ്ങളൊന്നും തങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്നും TTC യൂണിയൻ ലോക്കൽ 113 പ്രസിഡന്റ് മാവിൻ ആൽഫ്രഡ് മാധ്യമങ്ങളെ അറിയിച്ചു. തൊഴിൽ സുരക്ഷ, വേതനം, ആനുകൂല്യങ്ങൾ എന്നീ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തങ്ങൾ സമരാഹ്വാനം നടത്തിയിരിക്കുന്നതെന്നും 2008 ശേഷം ഇതാദ്യമായാണ് സമരപ്രഖ്യാപനം നടത്തുന്നതെന്നും സർക്കാരുമായി സമരസത്തിൽ ആയില്ലെങ്കിൽ വെള്ളിയാഴ്ച നഗരം നിശ്ചലമാകുമെന്നും TTC ചെയർമാൻ ജമാൽ മിയസ് മാധ്യമങ്ങളെ അറിയിച്ചു. ചില പാർലമെന്റ് അംഗങ്ങൾ വിദേശ ശക്തികളെ കനേഡിയൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സഹായിക്കുന്നതായി കനേഡിയൻ ഇന്റലിജൻസ് വാച്ച് ഡോഗ് റിപ്പോർട്ട്. ഇന്ത്യയും ചൈനയും കനേഡിയൻ പൊളിറ്റിക്സിൽ ഇടപെടാൻ ചില പാർലമെന്റ് അംഗങ്ങൾ ശ്രമിക്കുന്നുവെന്ന ഗുരുതര കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. കനേഡിയൻ തിരഞ്ഞെടുപ്പുകളിൽ വിദേശ ഇടപെടലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ രാഷ്ട്രീയ സ്പെക്ട്രത്തിനുടനീളമുള്ള MPമാരും സെനറ്റർമാരും അടങ്ങുന്ന പാർലമെന്റേറിയന്മാരുടെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റിയോട് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പ്രകാരം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് NSI COP ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ റിപ്പോർട്ടിലെ ആരോപണങ്ങളോട് യോജിക്കാനാവില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി. കാർബൺ ടാക്സ് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന നിരീക്ഷകർ. ഇന്ധന നികുതി അഥവാ കാർബൺ ടാക്സ് വർധന എല്ലാ വില വർധനയുടെയും മാതാവാണെന്നും അടിയന്തരമായി കാർബൺ ടാക്സിലുണ്ടായ വർധന പിൻവലിക്കണമെന്നും ലിബറൽ MP റയാൻ ടേൺബുൾ. കാർബൺ വില നിർണ്ണയത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സർക്കാരിന് ബോധമുണ്ടാവണമെന്നും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നടപടിയും ഒരു സർക്കാരിനും ആശ്വാസ്യമല്ലെന്നും കാർബൺ ടാക്സ് വർധനയുടെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുന്ന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും ഫെഡറൽ ബഡ്ജറ്റ് വാച്ച് ഡോഗ് അറിയിച്ചു. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആരാവും പുതിയ PM. കണ്ണും കാതും കുറിപ്പിച്ചൊരു 100 കോടി ജനത ഇന്ന് ഉണർന്നിരിക്കുന്നു. ആരാവും പുതിയ പ്രധാനമന്ത്രി? സകല എക്സിറ്റ് പോളുകളും NDA സർക്കാരിൻ്റെ 3ാം ഭരണം പ്രവചിക്കുമ്പോൾ പ്രവചനങ്ങൾ കാറ്റിൽ പറക്കുമെന്നാണ് ചിലരുടെയെങ്കിലും വിശ്വാസവും പ്രതീക്ഷയും. 18ാം ലോകസഭയിൽ ഭരണമാറ്റം ഉണ്ടാവുമോ ഇല്ല എന്ന ചങ്കിടിപ്പിനൊപ്പം കേരളത്തിൽ ആര് നേടുമെന്ന ചോദ്യവും ഉയരുന്നു. മണിക്കൂറുകൾക്കപ്പുറം നെല്ലും പതിരും തിരിയും. ആരു ജയിച്ചാലും ശോഭനമാകട്ടെ ഇന്ത്യയുടെ നാളുകൾ. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.